IPL-ൽ ഇത്തവണ പ്ലേ ഓഫ് യോഗ്യത നേടാനായില്ലെങ്കിലും ആധികാരിക വിജയവുമായി സീസൺ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ് 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ്. പോയിന്റ് പട്ടികയിൽ തലപ്പത്തുള്ള മുൻ ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസിനെ 83 റൺസിനാണ് സ്വന്തം തട്ടകത്തിൽ ചെന്നൈ തീർത്തത്. ഈ സീസണിൽ അവരുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായിരുന്നു ഇതെന്നും നിസ്സംശയം പറയാം. അതിനിടെ ഈ കളിക്കിടെ ചെന്നൈ നായകൻ MS ധോണി ചൂടായ ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. സാധാരണയായി കളിക്കളത്തിൽ വളരെ കൂളായി കാണപ്പെടാറുള്ള അദ്ദേഹത്തിന് ഇത്തവണ നിയന്ത്രണം വിടുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും വൈറലായി മാറിയിരിക്കുകയാണ്. എന്താണ് സംഭവമെന്നും ധോണിയെ ശുഭിതനാക്കിയത് എന്തിനായിരുന്നുവെന്നും അറിയേണ്ടിയിരിക്കുന്നു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഇന്നിംഗ്സിനിടെ 11ാമത്തെ ഓവറിന് തൊട്ടു മുമ്പായിരുന്നു സംഭവം നടന്നത്. ശിവൻ ദുബെ ആയിരുന്നു 10ാമത്തെ ഓവർ ബൗൾ ചെയ്തത്. 2 4-ഉം 1 6-ഉം അടക്കം 18 റൺസും അദ്ദേഹം വിട്ടുകൊടുത്തു. 3 വിക്കറ്റിന് 85 റൺസ് എന്ന നിലയിലാണ് GT ഓവർ അവസാനിപ്പിച്ചത്. 41 റൺസോടെ സായി സുദർശനും 19 റൺസ് എടുത്ത ഷാറുഖ് ഖാനുമായിരുന്നു ക്രീസിൽ. അടുത്ത ഓവറിൽ രവീന്ദ്ര ജഡേജയെ 3ാമത്തെ സ്പെല്ലിനായി ധോണി തിരിച്ചു വിളിക്കുകയായിരുന്നു. ഈ ഓവർ ആരംഭിക്കുന്നതിന് മുമ്പാണ് ഫീൽഡിംഗിൽ ദുബൈക്ക് മതീഷ പത്രാനിക്കും അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ നൽകിയത്. നേരത്തെ നിലയുറപ്പിച്ച ഫീൽഡിംഗ് പൊസിഷനുകളിൽ നിന്നും അല്പം മാറാൻ ഇരുവരോടും ധോണി ആംഗ്യത്തിലൂടെ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ രണ്ടുപേരും ഇതിന് തയ്യാറായില്ലെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. ഇതാണ് ധോണിയെ അരിശം പിടിപ്പിച്ചത്. പിന്നാലെ അദ്ദേഹം ദേഷ്യത്തോടെ എന്തെങ്കിലും ആവട്ടെ എന്ന തരത്തിൽ കൈകൊണ്ട് കാണിക്കുകയുമായിരുന്നു. പക്ഷേ ഇതിന് പിന്നാലെ സംഭവിച്ച കാര്യമാണ് ഏറ്റവും കൗതുകകരം. ജഡേജ എറിഞ്ഞ ഓവറിലെ ആദ്യ ബോളിൽ തന്നെ ഷാറുഖ് ഖാൻ പുറത്താവുകയായിരുന്നു. ഓഫ് സ്റ്റംപിന് ഏറെ പുറത്തേക്ക് പോയ ബോളിൽ ഷോട്ടിന് ശ്രമിച്ച ഷാറുഖിന്റെ ബാറ്റിൽ എഡ്ജ് ആയ ബോൾ തേർഡ് മാനിൽ പത്രാനിയുടെ കൈകളിലേക്ക് വരികയായിരുന്നു. 2 തവണ കൈകളിൽ നിന്ന് ബോൾ വഴുതി പോയെങ്കിലും 3ാമത്തെ ശ്രമത്തിൽ താരം അത് പിടികൂടുകയും ചെയ്തു. ഇതുകൊണ്ടും തീർന്നില്ല. ഓവറിലെ 4ാമത്തെ ബോളിൽ ടീമിന്റെ ടോപ്പ് സ്കോറും ഓറഞ്ച് ക്യാപ്പിന്റെ അവകാശിയായ സായിയും പുറത്തായി. ഓഫ് സ്റ്റംപിന് പുറത്ത് ജഡ്ഡു എറിഞ്ഞ ബോൾ ബാക്ക്വേർഡ് പോയിന്റിലേക്ക് താരം കളിക്കുകയായിരുന്നു. എന്നാൽ ഇത് നേരെ ദുബൈയുടെ കൈകളിലേക്കാണ് വന്നത്. ഇതോടെ GT 5 വിക്കറ്റിന് 86 റൺസിലേക്കും കൂപ്പുകുത്തി. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ചെന്നൈ സൂപ്പർ കിങ്സ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 230 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് പടുത്തുയർത്തിയത്. ബ്രേവ്സ്, കോൺവേ എന്നിവരുടെ തകർപ്പൻ 50കളാണ് ചെന്നൈക്ക് കരുത്തായത്. മറുപടിയിൽ തുടക്കം മുതൽ വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടിരുന്നതോടെ GT ഒരു ഘട്ടത്തിലും റൺ ചേസിൽ ചിത്രത്തിൽ ഇല്ലായിരുന്നു. ഒടുവിൽ 18.3 ഓവറിൽ വെറും 147 റൺസിന് അവർ കൂടാരം കയറുകയും ചെയ്തു. 3 വിക്കറ്റുകൾ വീതമെടുത്ത അൻഷുൽ കാംബോജും നൂർ അഹമ്മദും ചേർന്നാണ് GTയുടെ കഥ കഴിച്ചത്.